നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. അപ്പോൾ ദിനചര്യയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ശൗചവിധിയാണ്. അപ്പോൾ പ്രഭാത കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നാണ്. തലേദിവസം കഴിച്ച ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് ദഹിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? തലേദിവസം കഴിച്ച ഭക്ഷണം ദഹിച്ചു അല്ലെങ്കിൽ ദഹിച്ചില്ല എന്ന് എങ്ങനെ മനസ്സിലാവും? ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണം, അല്ലെങ്കിൽ വയറ് കല്ലിച്ചിരിക്കുന്നു, വയറ് വീർത്തിരിക്കുന്നു, ഗ്യാസ് നിറഞ്ഞിരിക്കുന്നു, ഇനി കണ്ണാടി നാക്ക് നോക്കുമ്പോൾ നാക്ക് ഒരു വൈറ്റിഷ് കോട്ടിംഗ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഇൻഡൈജഷൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നു, നേച്ചസ്കളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം ദഹിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നേച്ചസ്കോൾ വരുമ്പോൾ ഒരിക്കലും അത് സപ്രസ് ചെയ്യാതിരിക്കാം. സപ്രഷൻ ചെയ്യുമ്പോൾ വയറുവേദന, നെഞ്ചുവേദന, അല്ലെങ്കിൽ തലവേദന, മറ്റ് ഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഫോഴ്സ്ഫുൾ ആയുള്ള എക്സ്പൾഷനും പാടില്ല. അങ്ങനെയാണെങ്കിലും അത് പതിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈൽസ് പോലുള്ള ഇഷ്യൂസിലേക്ക് അത് ലീഡ് ചെയ്യും. ഇനി ഇത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉള്ളൊരു ടൈം പീരീഡാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് വാത പ്രിഡോമിനൻ്റ് ആയുള്ള ഒരു പീരീഡാണ്. ഈ സമയത്ത് ഓൾ സോർട്ട് ഓഫ് മൂവ്മെൻറ്റ് ശരീരത്തിന് എളുപ്പമാണ്. എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഒക്കെ ശരീരത്തിന് എളുപ്പമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ആ സമയത്ത്. അപ്പോൾ സ്ഥിരമായിട്ട് താമസിച്ച് എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അവരൊന്ന് നേരത്തെ എഴുന്നേറ്റ് നോക്കുക, ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കുടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റിപ്പേഷന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ദിനചര്യയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.